ഹായ് നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ഈ സ്റ്റഡി ടേബിളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റഡി ടേബിൾ ഏതെല്ലാം വിധത്തിൽ നമ്മളുടെ പഠനത്തെ സഹായിക്കുന്നു എന്നുള്ളത്. ഒന്നാമത് ഈ സ്റ്റഡി ടേബിൾ നമ്മളെ ഇതിൻ്റെ മുന്നിലിരുന്ന് നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മളെ നിവർന്നിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു ചെയറും കൂടി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നിവർന്നിരുന്ന്, അതായത് നട്ടെല്ല് നിവർന്നിരുന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ നട്ടെല്ല് നിവർന്നിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം, ഓക്സിജൻ്റെ അളവ് കൂടുന്നുണ്ട്. രക്തപ്രവാഹം കൂടുന്നു, അതുപോലെ ഓക്സിജൻ്റെ അളവും കൂടുന്നു. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു നിവർന്നിരുന്ന് പഠിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിവർന്നിരുന്ന് പഠിക്കുമ്പോൾ നമ്മളുടെ മസിലുകൾക്ക്, അതുപോലെ നമ്മുടെ ബാക്ക് പെയിന്, ഇങ്ങനെയുള്ള ഇഷ്യൂസ്, കഴുത്തിൻ്റെ വേദന, ഇങ്ങനെയുള്ള ഇഷ്യൂസൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഈ സ്റ്റഡി ടേബിളിൻ്റെ മുന്നിലിരിക്കുമ്പോൾ, ഇത് സ്റ്റഡി ടേബിൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നിവർന്നിരുന്ന് പഠിക്കാൻ നമുക്ക് തരുന്ന നമ്മുടെ കയ്യിനുള്ള സപ്പോർട്ടുകൾ ഒക്കെ ആ രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മൂന്നാമതൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ബാക്ക് പെയിന് നമ്മളെ കഴുത്തിനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളുടെ കഴുത്തും അതുപോലെ നമ്മളുടെ ബാക്കും എല്ലാം ശരിക്കും പ്രൊട്ടക്റ്റ് ആകും. അതുപോലെ തന്നെ നമ്മളുടെ ശ്വാസോച്ഛ്വാസം, അത് നമ്മുടെ ലങ്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ലങ്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത, നിവർന്നിരിക്കുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളുടെ ആത്മവിശ്വാസം കൂടുന്നുണ്ട്. അതുപോലെ ഉത്സാഹവും കൂടാൻ വേണ്ടിയിട്ട് നിവർന്നിരുന്ന് പഠിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എഴുതുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലൊക്കെ നട്ടെല്ല് നിവർന്നിരുന്ന് പഠിക്കുകയാണെങ്കിൽ അത് നമ്മൾ വളഞ്ഞ് അല്ലെങ്കിൽ തിരിഞ്ഞ് ഇരിക്കുന്നതിലൊക്കെ ഡബിൾ എഫക്റ്റ് കിട്ടും. ഒരിക്കലും നമ്മൾ കിടന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാലൊക്കെ നീട്ടി വെച്ചിട്ടോ അങ്ങനെയൊന്നും നമ്മൾ പഠിക്കാനിരിക്കരുത്. അതുപോലെ നോട്ട്സ് എഴുതാനൊന്നും ഇരിക്കരുത്. അപ്പോൾ ഈ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റഡി ടേബിളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു.